ഹായ് ഓൾ, ഞാൻ അബ്ദുൽ ഗഫൂർ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അക്കോർഡിംഗ് ടു ICMAI London, it is the process of accounting for cost from the point at which expenditure is incurred or committed to the establishment of its ultimate relationship with cost centers and cost unit. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ അതിന് വരുന്ന എക്സ്പെൻസുകളും കോസ്റ്റുകളും കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഫോർമൽ മെക്കാനിസം ബൈ മീൻസ് ഓഫ് which cost of production or services are ascertained and controlled. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക, ഇതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്തിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ യൂസസ് എന്നാണ് ഇതുകൊണ്ട് പറയുന്നത്. ആദ്യത്തേതാണ് കോസ്റ്റ് അസർട്ടൈൻമെന്റ്. ഇറ്റ് റെഫേഴ്സ് ടു അസർട്ടൈനിങ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക എന്നതാണ് ഈ ഒരു സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഡൺ ത്രൂ കളക്ഷൻ ഓഫ് കോസ്റ്റ്, അനാലിസിസ് ഓഫ് കോസ്റ്റ് ആൻഡ് ലിങ്കിങ് ഓഫ് വേരിയസ് എക്സ്പെൻസ് ടു ദി പ്രൊഡക്റ്റ് ഓർ സർവീസ്. അടുത്തതാണ് അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ടു ദ മാനേജ്മെന്റ് ടു അസർട്ടൈൻ ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദി പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ടു മേക്ക് പ്രോഫിറ്റ്. അടുത്തതാണ് കോസ്റ്റ് പ്രസന്റേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു റിപ്പോർട്ടിംഗ് ഓഫ് കോസ്റ്റ് ഡാറ്റ ടു വേരിയസ് മാനേജീരിയൽ പേഴ്സണൽ ടു ഹെൽപ്പ് ദം ടു ഡിസിഷൻ മേക്കിങ്ങിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് കോസ്റ്റ് പ്രസന്റേഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണ് കോസ്റ്റ് പ്രസന്റേഷൻ. ടൈംലി റിപ്പോർട്ടിംഗ് ആഡ്സ് മോർ വാല്യൂ ടു ദി കോസ്റ്റ് ഇൻഫർമേഷൻ. അടുത്തതാണ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ ഈസ് റിഗാർഡഡ് ആസ് ദി മേജർ ആക്ടിവിറ്റി ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡസ് നോട്ട് exceed the predetermined standards. അടുത്തതാണ് കോസ്റ്റ് കമ്പാരിസൺ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇത് ഏറ്റവും കൂടുതൽ ഡിസിഷൻ മേക്കിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള പ്രൊഡക്റ്റുകളുടെ കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു കമ്പാരിസൺ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. It helps to compare the cost of production of different products or services as well as efficient different period of time. It involves both interfirm impairs on and intrafirm comparison. കമ്പാരിസന് വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് കോസ്റ്റ് കമ്പാരിസൺ. അടുത്തതാണ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ ഈസ് എ കണ്ടിന്യൂസ് ഓഫർ ടു reduce the cost of production or of goods and services without affecting their quality. ക്വാളിറ്റിയെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യാതെ കോസ്റ്റ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. കോസ്റ്റ് കുറച്ചിട്ട് ക്വാളിറ്റി അതേ ഇതിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് ഈസ് ദി വെരിഫിക്കേഷൻ ഓഫ് ദി കറക്റ്റ്നെസ് ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ട്സ്. It ensures that the cost accounts are correctly kept in accordance with the principle of costing employed in the concern. ആ ഒരു കൺസേണിൽ ആ ഒരു ഫേമിൽ കോസ്റ്റ് തമ്മിൽ വെരിഫൈ ചെയ്യുക, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പുകൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thanks for watching.